ഡിജിറ്റൽ റീറ്റെയിൽ രംഗത്ത് കേരളത്തിൽ ഏറ്റവും അധികം അംഗീകാരം നേടിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡ്. കസ്റ്റമർ കെയറിലും വിൽപ്പനാനന്തര സേവനത്തിലും ഏറ്റവും മികച്ചത്. 100-ൽ പരം ബ്രാഞ്ചുകളുമായി ഏറ്റവും വലിയ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക്. ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ഓഫറും. മൈജി ഫ്യൂച്ചർ. ഫ്യൂച്ചർ ഇസ് സ്മാർട്ട്. അപ്പോൾ ഞാനൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം മുതലേ. ഒരു സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള സ്റ്റേജ് മുതൽ കുറെ കാലമായിട്ടുണ്ടല്ലോ. പിന്നെ എല്ലാവരും ഒരു തലമുറ മൊത്തം കണ്ടിട്ടുണ്ടാവും. I know I'll be very proud of this film. അതെന്താ അങ്ങനെ ഒരു ടോപ്പ്? കൊള്ളാം, ഓർഗാനിക്. എന്നെ അടിക്കുന്ന അതിന് അവനാ തെറ്റിച്ചല്ല. ബേസിൽ നായകനായിട്ടൊക്കെ അവൻ കോംപ്ലിമെന്റ് ചെയ്ത ഈ സിനിമ ഒട്ടും ത്രില്ലർ സ്വഭാവത്തിലല്ല ചെയ്യാൻ മ്യൂസിക്കലി ഈ മൂവി എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ദീപകിന്റെയും കുറച്ചേരം കുഞ്ഞിരിക്കും. ചോദ്യം ചോദിക്കുമ്പോ ശരിയാവുന്ന നിനക്ക് തരാട്ടാ. ആണല്ലോ. ഇതൊരു ഭയങ്കര സത്യനന്ദിക്കാട് സാറിന്റെ ഒരു സിനിമയെ കാണുന്ന പോലത്തെ സ്വഭാവത്തിലുള്ള ഒരു സിനിമയിൽ ഒരു ത്രില്ലർ, ഒരു എഡ്ജ് ഓഫ് ദ സീ ത്രില്ലർ എന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ളൊരു. ദൃശ്യത്തിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ടീം സൂക്ഷ്മദർശിനിയാണ് ക്യൂ സ്റ്റുഡിയോയിലുള്ളത്. നമ്മൾ മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷമാണ് മാളത്തിൽ ഷൂട്ട് ചെയ്യുന്നത്. നസ്രിയ ബേസിൽ കോമ്പിനേഷൻ നേരത്തെ ദിലീഷ് പോത്ത് നമ്മുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഈ പ്രേമലുവിന്റെ സമയത്ത് ആദ്യ ആലോചനയിൽ ഉണ്ടായിരുന്നെന്ന്. ചോദ്യം അതല്ല, ബേസിലിന് ശരിക്കും ഫസ്റ്റ് ഇങ്ങനെ ഒരാളുണ്ട്, ഇയാൾ കൊള്ളാമല്ലോ എന്ന് അങ്ങനെ ഒരു മെൻഷനിങ് മനസ്സിലേക്ക് വരുന്നത് എപ്പോഴാണ് ശരിക്കും? കുഞ്ഞിരാമായണന്റെ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ് കുഞ്ഞിരാമായണം. മൈൻഡ് ക്വാക്കും. അപ്പം അന്നാണ് ഇങ്ങനത്തെ ഒരു മനുഷ്യനെ കുറിച്ച് ഒരു ഇംപ്രഷൻ എന്നുള്ളത് കുഞ്ഞിരാമായണം കാണുമ്പോഴാണ്. ഞാൻ ഒരുപാട് ഇപ്പോഴും TV-യിലൊക്കെ വന്നാലും ഞാൻ റിപ്പീറ്റ് വാച്ച് ചെയ്യുന്ന പടം. ഇത്രയും സീരിയസ് ആയിട്ട് ഞാനിങ്ങനെ ഇത്രയും സീരിയസ് ആയിട്ട് അവനെ കുറിച്ച് നല്ലത് പറഞ്ഞ് കേട്ടിട്ട് ഇത്ര മാന്യമായിട്ട് ചോദ്യം ചോദിക്കുമ്പോ എങ്ങനെയാണ് ഇങ്ങനെ സീരിയസ് അല്ലാതെ പറയാൻ പറ്റില്ല? അതല്ല ഞാൻ ചെയ്തത്. പക്ഷെ നിനക്ക് സഹിക്കുന്നില്ല. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറ്റത്തില്ല. ബേസിന്റെ കാര്യത്തിലോ, കാരണം നമ്മള് നസ്രിയെ കുറെ മുമ്പ് തന്നെ എനിക്കൊന്ന് വീഡിയോസ് കാണുന്നുണ്ട്, നമ്മുടെ കുട്ടിയായിരിക്കുമ്പോഴുള്ള പ്രോഗ്രാംസും സംഗതിയൊക്കെ കാണുന്നുണ്ടല്ലോ. ബേസിൽ എപ്പോഴാണ് നസ്രിയെ നോട്ടീസ് ചെയ്യുന്നത്? ആ TV-യിൽ കാണുമ്പോ കുഞ്ഞു മാസത്തില് തട്ടൊക്കെ ഇട്ടിട്ട്. അതെ, അന്ന് മുതല് കാണുന്നുണ്ട്. പിന്നെ സിനിമയിലെത്തുമ്പോഴും ഇതാ അങ്ങനെയല്ല, നമ്മുടെ കൂടെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ സമയത്തായിട്ട്. പിന്നെ പളങ്കില് വരുന്നു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മ്യൂസിക് വീഡിയോ ആ സമയത്ത് സെൻസേഷൻ ആയിരുന്നല്ലോ, നിവിൻ ചേട്ടനുമായിട്ടുള്ള അൽഫോൺസ് ചേട്ടൻ ചെയ്ത മ്യൂസിക് വീഡിയോ. ഇത്രയൊക്കെ നിനക്ക് എന്തിനെ കുറിച്ച് അറിയാം? ഇപ്പോഴേ ഞാൻ തന്നെ കേൾക്കുന്നത്. ശരിക്കും. താങ്ക് യു. പിന്നെ നേരം സിനിമ ഇറങ്ങുമ്പോ പിന്നെ ഓം ശാന്തി ഓശാനോ. അപ്പൊ ഈ സമയത്തൊന്നും ഞാൻ സിനിമയിലില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ആസ് എ പ്രേക്ഷകൻ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുമല്ലോ ഒരാൾ വരുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയായിരുന്നല്ലോ, പോപ്പുലർ ആയിരുന്നു. അപ്പൊ അങ്ങോട്ട് എനിക്കും ഇഷ്ടമായിരുന്നു. ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരുന്നല്ലോ ചെയ്തോണ്ടിരുന്നത്. ഓം ശാന്തി ഓശാനയിലാണെങ്കിലും ഒക്കെ. അപ്പൊ ആ സമയം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് കാണുന്നതൊക്കെ സൂക്ഷ്മദർശിനിയുടെ സെറ്റിൽ വെച്ചിട്ടാണ്. അല്ലാതെ അതിനു മുമ്പ് നമ്മൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല.
ഒരു ഫംഗ്ഷൻ പോലും കണ്ടിട്ടില്ല. ഇല്ല. അപ്പൊ ഞാനൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം മുതലേ. ഒരു സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള സ്റ്റേജ് മുതലേ കുറെ കാലമായിട്ടുണ്ടല്ലോ. പിന്നെ എല്ലാരും ഒരു തലമുറ മൊത്തം കണ്ടിട്ടുണ്ടാവും. ഈ എസ്തർ ലോപ്പസ് എനിക്കൊന്ന് നസ്രിയ നേരത്തെ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ ആയിരുന്നു. ഒരു എന്താ പറയാ, ഒരു ഹൈപ്പർ ബബ്ലി സ്വഭാവത്തിലൊന്നും അല്ല ക്യാരക്ടർ. ആ സിനിമ എൻഡ് ചെയ്യുന്ന അങ്ങനെയാണ് ട്രാൻസ്. സൂക്ഷ്മദർശിനി എന്താ സെലക്ട് ചെയ്യാൻ ശരിക്കും കാരണം? നേരത്തെ ചെയ്യാത്ത പോലത്തെ റോളായിരുന്നു ട്രാൻസിലെ, പിന്നെ ശരിക്കും വലിയ ഗ്യാപ്പ് മലയാളത്തിൽ വന്നു. എന്താ ഇതിന്റെ ഒരു സെലക്ഷൻ റീസൺ? സൂക്ഷ്മദർശിനി എപ്പോഴത്തെയും പോലെ കഥ തന്നെയാണ്. പക്ഷേ ഈ പടം ഐ നോ ഐ വിൽ ബി വെരി പ്രൗഡ് ഓഫ് ദിസ് ഫിലിം. ഇതിൻ്റെ ഭാഗമാവാൻ, ഇതിൻ്റെ സ്റ്റോറി അങ്ങനെയാണ്. ആൻഡ് ഈവൻ ക്യാരക്ടർ വൈസ് കുറച്ചുകൂടെ ഡിഫറെൻറ്റ്, ഇതുവരെ എന്നെ കാണാത്ത ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കഥ ഇസ് ദ ഫസ്റ്റ് തിങ്. മെയിൻലി ഈ കഥയായിട്ട് ഐ തോട്ട് ഇഫ് ഐ മിസ് ഇറ്റ് ഐ വിൽ റിഗ്രറ്റ് ഇറ്റ്. ഇറ്റ്സ് എ സ്റ്റോറി ദാറ്റ് ഐ വിൽ ബി വെരി പ്രൗഡ് ഓഫ്. ഇതിനെ പിന്നെ ഇത് നോൺസെൻസിന് ശേഷമുള്ള സെക്കൻഡ് സിനിമയാണ്. ഇതൊരു ക്യൂറേറ്റർ സ്വഭാവത്തില് സമീർ ഉണ്ട്, ഷൈജു ഉണ്ട്, വലിയൊരു ടീമിന്റെ കൂടിയാണ്. ഇവരുടെ ഒരു കോമ്പിനേഷൻ പ്രസന്റ് ചെയ്യാണ്. അതൊരു നെവർ ബിഫോർ ആണ് പ്രേക്ഷകർക്കിടയിൽ. എന്താണ് ഈ സൂക്ഷ്മദർശിനി പറയാവുന്ന, ഇത്രയും ടീമുള്ള സമയത്ത് എങ്ങനെ പറയാം, എന്താ പടം? ഞാൻ ആക്ച്വലി ഇതിലേക്ക് വന്നത് പറയാം. ആക്ച്വലി ഐഡിയ അങ്ങനെ ഉള്ളൊരു അതിലൊരു ആക്ച്വലി നോൺസെൻസിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് ഈ ഐഡിയ എൻ്റെ മനസ്സിൽ വരുന്നത്. എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഡിസൈൻ ആംഗിളിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതൊരു 1 day സ്റ്റോറിയാണ്. അപ്പം നൈറ്റ് സീൻസ് ഒന്നുമില്ല. അപ്പം 4 മണി 5 മണി ആകുമ്പോൾ പാക്കപ്പ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പം ആക്ച്വലി ഞാൻ പിന്നെ ചിന്തിക്കുന്നത് എല്ലാ ദിവസവും രാത്രി 9 മണി വരെ ഷൂട്ട് ചെയ്യുന്നൊരു പടം വേണം. അതിന് ഇൻറ്റീരിയേഴ്സ് കൂടുതൽ വേണം. അപ്പോൾ കുറച്ചധികം വീടുകൾ അടുത്തടുത്തുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാം പ്രോജക്റ്റ് വൈസ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ പിന്നെ വരുന്ന തോട്ടം എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവ് എന്നുള്ളത് അധികം ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഫീമെയിൽ ഡിറ്റക്റ്റീവായിട്ട് എന്ത് ക്യാരക്ടറെ യൂസ് ചെയ്യണം എന്നായിരുന്നു ആദ്യത്തെ പിന്നെ ഉള്ള തോട്ട് വരുന്നത്. അങ്ങനെ വരുമ്പം ആ ചിന്ത പോയതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പോലീസാക്കണോ വക്കീലാക്കണോ, ഇൻവെസ്റ്റിഗേഷനിൽ ആ ഒരു ഇത് വരുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും പ്രൊഡക്ഷൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ അതൊക്കെ മെയിലായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട് മെയിലാക്കിക്കൂടാ എന്നുള്ള ചോദ്യങ്ങൾ വരുമല്ലോ. അപ്പോൾ ഫീമെയിലിൽ തന്നെ ഫിറ്റ് ഇൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കണം ഈ ഡിറ്റക്റ്റീവ് എന്നുള്ള ആംഗിളിലാണ് ആക്ച്വലി ഈ ക്യാരക്ടറിലേക്ക് എത്തുന്നത്, പ്രിയദർശിനി എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് എത്തുന്നത്. അപ്പം ആക്ച്വലി ഞാൻ അതുലിനോടായാലും ലിബിനോടായാലും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ അതിലും ഞാനും കൂടെ ഒരു ഡ്രാമ ഫിക്സ് ചെയ്യുന്നു. പിന്നെ ലിബി വന്നു. ഞങ്ങളങ്ങനെ ഒരു ഡ്രാഫ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആദ്യം വേറെ കുറേ പ്രൊഡക്ഷൻസായിട്ടൊക്കെ ചർച്ച ചെയ്യണ്ടായിരുന്നു. പിന്നെ 2020 കോവിഡിൻ്റെ ഒരു തുടക്കകാലത്താണ് ഞാൻ ഹാപ്പി ഹൗസിൽ എന്ന് പറയുന്നത്. സമീർക്കയുടെ അടുത്താണ് ഞാൻ കഥ പറഞ്ഞത്. അപ്പോൾ സമീർക്കൊക്കെ അത് കണ്ടന്റ് വൈസ് അത് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പോൾ വേറൊരു കാസ്റ്റ് ഗ്രൂ ആംഗിളിലാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവരല്ല ഇങ്ങനെയൊന്നും ആയിരുന്നു, എനിക്ക് വേറൊരു ഇതിലായിരുന്നു. പിന്നെ അങ്ങനെ 2020 അതെന്താ അങ്ങനെ ഒരു കൊള്ളാവുന്ന ആൾക്കാരായിരുന്നു. അത് നല്ല ആൾക്കാരായിരുന്നു. പിന്നെ 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 അങ്ങനെ 2022 പിന്നെ സമീർക്കാണ് നസ്രിയുടെ ഒരു ഓപ്ഷൻ പറയുന്നത് ആക്ച്വലി. പിന്നെ നമുക്കത് വേറൊരു ആംഗിളിൽ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആക്ച്വലി അതിൽ നിന്നും നസ്രി വരുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റുള്ള ആ ക്യാരക്ടർ ആരെന്നുള്ള ചിന്ത വരുമ്പോഴാണ് ബേസിലേക്ക് തോട്ട് വരുന്നത്. അങ്ങനെ ഓർഗാനിക്കലി സംഭവിച്ചാണ്. ഓർഗാനിക്ക ഭാഗ്യം വേറെ വഴിയില്ലാത്തോണ്ട്. സിദ്ധാർത്ഥ പോലെ വേലയില് ഒരു മുമ്പ് ചെയ്യാത്ത ടൈപ്പ് ക്യാരക്ടറാണ്. ഇപ്പൊ ബ്രഹ്മയുഗം ഭയങ്കര സർപ്രൈസ് റോളായിരുന്നു. ഇതിലും അങ്ങനെ ഒരു ഭയങ്കര സ്റ്റണ്ണിങ് പെർഫോമൻസ് ആണെന്നൊക്കെ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്. എന്താ ഇതില് പറയാവുന്ന ക്യാരക്ടർ ഒരു ഡോക്ടറാണ്. പിന്നെ ബാക്കി അത് ഡോക്ടർ റോയ് സ്ക്രീനിൽ അൺറിയലാവേണ്ട ഒരു എന്നെ അടിക്കുന്ന അവനാ ഞാൻ തെറ്റിച്ചു പറഞ്ഞ പോലെ ഡോക്ടർ ജോൺ. അതാണ് സ്ക്രീനിലാണ് റിവീൽ ആവണ്ട ക്യാരക്ടർ. പക്ഷേ ഡെഫിനറ്റ്ലി സിദ്ധാർത്ഥ് ചെയ്തതിൽ മുമ്പത്തേതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റാ.
ഐ തിങ്ക് ഓഡിയൻസ് വിൽ ബി സർപ്രൈസ്. അതെ, സിദ്ധാർത്ഥേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടർ. ഹ്യൂമറൊക്കെ ഹ്യൂമറിന്റെ ഒരു ബേസിലാണ് അല്ലേ? ഹ്യൂമറായിട്ട് ഹ്യൂമർ അല്ല, പക്ഷെ സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ട്. പക്ഷെ ഭയങ്കര രസമായിട്ട് ഞങ്ങൾക്കൊക്കെ ഏറ്റവും ത്രില്ലർ ആക്ച്വലി. സിദ്ധാർത്ഥേട്ടന്റെ ക്യാരക്ടറാണ് നമുക്ക് ഏറ്റവും നമ്മുടെ ഫേവറേറ്റ്. ഇപ്പൊ ഈ ഇന്നലെ നിങ്ങൾ പ്രൊമോ സോങ് ആണ് ഇതുവരെ വന്ന ഇതിലൊക്കെ പ്രൊമോഷൻ മെറ്റീരിയലൊക്കെ നിങ്ങൾ ഒരു കോംബോ അല്ലെങ്കിൽ പെയർ ആയിട്ടല്ലല്ലോ, ഒരു എതിർ ധ്രുവത്തിലാണ് നിങ്ങൾ ഇന്നലെ എനിക്ക് തോന്നുന്നത് AV അനൂപും പറയുന്നുണ്ടായിരുന്നു. കോമ്പിനേഷൻ എന്നുള്ള രീതിയിലല്ല. എന്താ ബേസിലിന്റെയും നസ്രിയുടെയും ക്യാരക്ടേഴ്സ് എന്താ ഇതിൽ പറയാം, അതും പറയാൻ പറ്റുന്ന എന്താ? നമ്മൾ തമ്മിലുള്ളത് ഇറ്റ്സ് ലൈക്ക് ഓപ്പോസിറ്റ് പേഡ്, അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ അതാ വിചാരിക്കുന്നെങ്കിൽ അതേ അല്ല. പക്ഷെ ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് കെമിസ്ട്രി ആണ്. ഒരു കാറ്റ് ആൻഡ് മൗസ് ഓപ്പോസിറ്റ് തന്നെ. കോമ്പിനേഷൻ വേറെ രീതിയിലുള്ള കെമിസ്ട്രി ആക്ച്വലി. അതൊരു ത്രില്ലർ സ്വഭാവത്തിലുള്ള ഒരു പെയറിംഗ് ആണ്. അതെ, ത്രില്ലറാണ്. അതെ. ഫാമിലി അധികം ചോദിക്കരുതെന്നുള്ള ജിതിനിങ്ങനെ നോക്കുന്നത്. അത്രയും പറയാന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഫാമിലി ത്രില്ലർ എല്ലായിടത്തും പറയാൻ അതെല്ലായിടത്തും ഞങ്ങൾ പോയി പറയുകയും ചെയ്തായിരുന്നു. മാറ്റി പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അഖില എന്താ, അഖിലയുടെ ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയാവുന്ന? ഇവിടെ ഈ അതായത് ഒരു നെയ്ബർഹുഡിൽ നടക്കുന്ന സ്റ്റോറിയാണ്. അതില് ഇപ്പൊ പ്രിയേച്ചിയുടെ ഒരു നെയ്ബറാണ് ഞാൻ. അപ്പോ എന്തിനും കൂടെ നിൽക്കുന്ന എന്റെ പെറ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ലൈക്ക് ഒരു സിസ്റ്റർ പോലെ. ഇറ്റ്സ് ഒരു നെയ്ബർഹുഡിൽ നടക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പം എന്റെ ക്യാരക്ടർ ദീപക്, അടുത്തടുത്ത വീടുകളിൽ. അതെ അതെ. അപ്പൊ ഇപ്പൊ 2024 ഇപ്പം വാട്സാപ്പ് ഗ്രൂപ്പും ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പും അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന കഥയാണ്. അവിടെ ബേസിലിന്റെ ക്യാരക്ടറും ഫാമിലിയും വരുമ്പം എങ്ങനെ കഥ പോകുന്നു എന്നുള്ളത് അല്ല അത് തന്നെയാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങള് 4 പേരുണ്ട്. ഇപ്പൊ മെറിന്റെ ക്യാരക്ടറായാലും പൂജി ചേച്ചിയുടെ ക്യാരക്ടറായാലും ഞങ്ങൾ 4 പേരുമാണ് ഫ്രണ്ട്. അപ്പൊ നമ്മള് ഒരുമിച്ചുള്ള ഒരു സംഭവമാണ്. അല്ലെ, നമ്മള് പ്രൊമോ ഇവരൊരു കളക്റ്റീവ് ഡിറ്റക്റ്റീവ് പോലെ ഒരു അങ്ങനെ ഒരു സംഗതിയാണല്ലോ. ഒരു ബേസിലിന്റെ ക്യാരക്ടർ എന്തോ ഇവരൊരു ഗ്യാങ് ആണ്. ഒരുപാട് സ്ത്രീകളുണ്ട് ആക്ച്വലി ഈ ഫിലിമില്, നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം പൂജ അഖിലയാണ് മെയിൻ ഗ്യാങ്, മെറിനും ഉണ്ട്. വിർ ഓൾ നെയ്ബേഴ്സ്. അത് കൂടാതെ റിനി ചേച്ചി, ജയ ചേച്ചി, ജയ ചേച്ചി ഉണ്ട്. അപ്പൊ അവരും ഉണ്ട് നമ്മുടെ കൂടെ, എല്ലാ ഏജ് ഗ്രൂപ്പിലും. പിന്നെ അതില് ഈ ഒരു നമ്മുടെ ഇവിടുത്തെ ഭയങ്കര എണ്ണം പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഹാപ്പി അവേഴ്സ്. അപ്പൊ ആളുകൾ ഭയങ്കര വെയിറ്റ് ചെയ്യുന്നു. നസ്രി ആണെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷമുള്ള സിനിമയാണ്. ബേസിലൊരു മിനിമം ഗ്യാരണ്ടി സ്റ്റാറിൽ നിന്ന് മാക്സിമം ഗ്യാരണ്ടി സ്റ്റാറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സിനിമയാണോ അതോ ടെൻഷൻ ഉണ്ടാക്കുന്ന? രണ്ടും ഉണ്ട്. കാരണം ഒരുപാട് ടെൻഷൻ ഉണ്ട്, ഒബ്വിയസ്ലി ഉണ്ടാവില്ല. ഇല്ല, അങ്ങനെയല്ല. ഒരു സിനിമ ഇറങ്ങണേന്റെ ഒരു ടെൻഷൻ. അതായത് MC-യുടെ ഒപ്പം ഇതിനു മുമ്പ് നോൺസെൻസ് എന്ന് പറഞ്ഞ പടത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ 2ാമത്തെ പടം. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. ഷോർട്ട് ഫിലിം പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബേസിലിന്റെയും ഷോർട്ട് ഫിലിമിന്റെ ടൈമിൽ തന്നെ ഞങ്ങൾക്ക് പരിചയം. അതെ അതെ, ബേസിന്റെ ഒക്കെ വളർച്ച നേരിട്ട് കണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് ബേസിൽ നായകനായിട്ടൊക്കെ അവൻ കോംപ്ലിമെന്റ് ചെയ്ത നല്ലൊരു കാര്യം പറയുമ്പോൾ വരുമെന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഈ പറഞ്ഞ പോലെ വേറെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഹാപ്പി അവേഴ്സിൽ വന്നതിന് ശേഷമാണ് നസ്രിയിലേക്കും ബേസിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ പിന്നെ ക്യാരക്ടറും അതിനനുസരിച്ച് കുറച്ച് വ്യത്യാസമാണ്. കാരണം നമ്മൾ ആദ്യ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. പിന്നെ ബേസിൽ നസ്രി അതിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനനുസരിച്ച് അവരുടെ ഏജിന്റെ ഇതാണെങ്കിൽ ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടാണ് നമ്മൾ വരുത്തിയത്. പിന്നെ ആണെങ്കിൽ ഷൈജുക്ക സമീർ ഖാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഒരു ഡ്രാഫ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിനുശേഷം ഹാപ്പി ഹൗസിൽ വന്നതിന് ശേഷം ഒരുപാട്
അവർ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ വിജയ് മുരളിയുടെ വർക്കിന്റെ സമയത്ത് സംവിധായകനായിട്ട് സമീർ ഖാനെ കാണാൻ വരുമ്പോ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊക്കെ വരുമ്പോ ഇവർ ഇതിന്റെ ഈ പടമായിട്ട് അവിടെ ചർച്ച അടുത്ത മുറി അപ്പുറത്തെ മുറിയിൽ. അപ്പൊ സമീർ ഖാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് കഥയൊക്കെ പറയായിരുന്നു. അപ്പൊ ഞാൻ കൊള്ളാം, നല്ല കഥയാണ്, നല്ല രസമുണ്ട്. അപ്പൊ എനിക്ക് ഇവരെ നേരത്തെ അറിയുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കുന്ന കാലം മുതലേ ഞങ്ങൾ പരിചയമൊക്കെ ഉള്ളതാണ്. അന്ന് മല്ലൂസ് എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിം ഒക്കെ MC ഒക്കെ ഞാൻ പ്രിയമത ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പൊ നമുക്ക് ലിബിന്റെ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, അപ്പൊ അതൊക്കെ ലിബിന് വന്ന് ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിം. അപ്പൊ അന്ന് ആ പരിചയമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഈ സിനിമയെ കുറിച്ചൊക്കെ. അത് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് സമീർ ഖാൻ വിളിച്ചപ്പോ എന്റെ അടുത്ത് ബേസിൽ അന്ന് പറഞ്ഞ കഥയില്ലേ, അത് ബേസിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഓക്കെ. അത് കറങ്ങി തിരിഞ്ഞ് ഞാൻ അതിൽ അഭിനയിക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോ അത്രയും കാലം അവര് പണിയെടുപ്പിച്ചിട്ടുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് ഒരുപാട് മാറ്റർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളും അതിനനുസരിച്ച് മോൾഡ് ആയിട്ടുണ്ട്. റൈറ്റിംഗിലാണെങ്കിലും ഇപ്പൊ ഈവൻ നമ്മള് ഭയങ്കര ക്രിസ്പായി അതിനെ നമ്മൾ ആദ്യം കുറച്ച് സീരിയസ് മീറ്ററിലാണ് അതിനെ അതുകൊണ്ടാണ് അതിനൊരു ത്രില്ലർ സ്വഭാവം കംപ്ലീറ്റ്ലി ഉള്ളത്. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ് നമ്മൾ സട്ടിലായിട്ടാണ് അതിനെ മീറ്റർ. പിന്നെ അത് ചേഞ്ച് ചെയ്ത് കുറച്ചും കൂടി ഹ്യൂമർ സൈഡൊക്കെ അതിനെ എക്സ്പ്ലോർ ചെയ്യാനും അതെല്ലാം സമീർ ഖയും ഷൈജു ഖയൊക്കെയാണ് നമ്മളതിന്. അപ്പോൾ അത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഹാപ്പി ഹൗസിൽ വന്നതും ഇവർ അതിൻ്റെ കാസ്റ്റെല്ലാം ആയതും ഒരുപാട് ഹാപ്പിയാണ്. നോക്കിക്കാണാം എങ്ങനെയാണെന്നുള്ളത്. ഇഷ്ടോ എന്തോ ഒരൊറ്റ ദിവസം കൊണ്ട് പാട്ട് പ്രൊമോ സോങ് ഭയങ്കര ട്രെൻഡ് സെറ്റർ ആവുന്നു. ഇപ്പം നേരത്തെ ആണെങ്കിലും ഒരു ഫസ്റ്റ് പിന്നെ ഫിലിമിന് തന്നെ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയാണ് ബ്രഹ്മയുഗത്തിന്. അതിനുശേഷം ടാബോ വരുന്നു. ഇതെന്ത് ജോണറിലാണ്? ഫസ്റ്റ് മദനോത്സവം ഉണ്ട്, ഇറങ്ങിയിട്ടില്ല ഇതുവരെ. എന്താ ഈ സിനിമ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തത്? നിങ്ങളുടെ ഒരു മ്യൂസിക്കൽ കൊളാബറേഷൻ കൂടി ഉണ്ടല്ലോ ഇതില്. ഈ പടം എൻ്റെർലി ഒന്നും ഇതുവരെ ഇപ്പൊ പ്രൊമോ സോങ് ഒക്കെ കേട്ടിട്ട് ഭയങ്കര ഇലക്ട്രോണിക് എൻ്റെ സ്ഥിരം ചെയ്യുന്ന പോലത്തെ പരിപാടിയാണെന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം ബീറ്റ് ഇല്ലാത്തൊരു രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓർക്കസ്ട്രൽ സ്വഭാവത്തിലാണ് മൊത്തം പടത്തിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. പ്രൊമോ ആയതുകൊണ്ട് മാത്രം കുറച്ച് ബീറ്റ് വേണം എന്നുള്ളത് കൊണ്ട് മാത്രം പ്രൊമോനെ അങ്ങനെ പിടിച്ചതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സിനിമ ഒട്ടും ത്രില്ലർ സ്വഭാവത്തിലല്ല. മ്യൂസിക്കലി അല്ല, ഞാൻ കുറച്ചും ത്രില്ലർ ആണെന്നൊക്കെ പറഞ്ഞു. മ്യൂസിക് കുറച്ചുകൂടെ മറ്റേ വേറൊരു ഓർക്കസ്ട്രൽ സ്വഭാവത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. വേറൊരു ലെവലിൽ എന്നുള്ളത് അവനൊന്ന് കുറച്ച് വിനയത്തോട് പറഞ്ഞാ. അല്ല, ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര രസമായിട്ട് വന്നിട്ട് ഉണ്ട് എന്നാണ് കണ്ടറിയാം. നോക്കാം. ക്രിസ്റ്റോ വൺ ഓഫ് ദ വിളിച്ചിട്ടുണ്ടെന്നാ കേൾക്കുന്നത്. ശരണേ, രാത്രി ആയിരുന്നില്ലേ കൂടുതൽ ഷൂട്ടല്ലോ? നമ്മള് അതുകൊണ്ട് രാത്രി പിടിച്ചത്. ഉച്ചക്കൊക്കെ ആലോചിച്ച് രാത്രി ഏതാണ്? നൈറ്റ് കുറെ ഷൂട്ട് ഉണ്ടായിരുന്നു. എന്താ ഒരു ഇതില് ശരണിനെ എക്സൈറ്റ് ചെയ്യിച്ച എന്താ ഈ സിനിമ? എനിക്ക് സ്ക്രിപ്റ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ബാക്ക് ടു സ്കൂളാണ്. ഷൈജു ഖ എന്റെ ഫസ്റ്റ് പടം. ഹാപ്പി അവേഴ്സ് ആണോ ശരിക്കും പടം? അതെ. അപ്പോ ഫസ്റ്റ് നീലകാശിൽ അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഹാപ്പി അവേഴ്സിന്റെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇതിലെ ഇതായിട്ട് തോന്നി. പിന്നെ സ്ക്രിപ്റ്റ് ഒബിയസ്ലി ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരുന്നു. പിന്നെ ഒരുപാട് ഈ ഒരു ക്ലോസ് സർക്കിളിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാവുന്നൊരു ചാലഞ്ചിങ് ആയിരുന്നു. ഈ മൂവി എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് നൈറ്റുകളായാലും എല്ലാം ഒരു ചെറിയൊരു ഹൗസിംഗ് കോളനി, ആ ഒരു ചെറിയ എക്കോസിസ്റ്റത്തിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ അതിൽ ആ ഒരു ലിമിറ്റേഷൻ ഭയങ്കര എന്താ പറയുക ചാലഞ്ചിങ് ആയിട്ട് തോന്നി. അതാണ് പിന്നെ എക്സൈറ്റ് ചെയ്യിച്ചത്. ദീപകിന്റെയും ചോദ്യം ചോദിക്കുമ്പോ ദീപകിന്റെ ദീപക് ഇത് നമ്മുടെ സെക്കൻഡ് എഡിഷനാ നമ്മളിവിടെ മഞ്ഞുമ്മൽ ഇവിടെ ചെയ്തല്ലോ. ദീപകിന്റെ ക്യാരക്ടർ എന്താ? റൈറ്ററോട് ചോദിക്കാമോ? ആന്റണി ഈ പറയുന്ന പോലെ
പറഞ്ഞോ. ആ വീട്ടിലുള്ള ഒരു ക്യാരക്ടറാണ് ആ ഒരു. ഏത് വീട്ടിലുള്ളതാണ്? ഞങ്ങൾ ഒരേ വീട്ടിലാ, ഞാൻ ചെറിയൊരു ബന്ധമുണ്ടെന്ന്. അപ്പൊ അങ്ങനെ രസമുള്ള ക്യാരക്ടറാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ MC എനിക്ക് മുന്നേ അറിയായിരുന്നു. പക്ഷെ ആദ്യം എനിക്ക് തോന്നുന്നു വേറെ കാസ്റ്റൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇവൻ പറഞ്ഞാലും വേറെ കാസ്റ്റൊക്കെ ആയിരുന്നു. അവസാനം സിനിമ തുടങ്ങുന്നതിന് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുന്നെയാണ് ഞാൻ കഥ കേൾക്കുന്നതും സിനിമയിൽ ജോയിൻ ചെയ്യുന്നതും. രസമുള്ള കഥയാണ്. ഞാൻ വായിക്കുന്നതിന് മുമ്പ് MC ആണ് നറേറ്റ് ചെയ്തത്. അപ്പം പിന്നെ നസ്രിയ, കുറെ കാസ്റ്റ് ഉണ്ട് സിനിമയിൽ. അപ്പൊ അത് ഇവന്റെ പേര് പറഞ്ഞില്ല. സിദ്ധാർത്ഥനുണ്ട്, പൂജയുണ്ട്, പിന്നെ അഖിലുണ്ട്, എന്റെ അടിച്ചോണ്ട് പോയ തൊപ്പി എല്ലാവരുടെ വണ്ടിയിലുണ്ട്. നിനക്ക് തരാം. അപ്പൊ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ബേസില് ഉറപ്പായും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും നല്ല ടീമിന്റെ കൂടെ ഒതുക്കിയ. പിന്നെ ഷൈജുക്കയുടെ കൂടെ മഞ്ഞുമ്മല്, അപ്പം അവരുടെ പ്രൊഡക്ഷൻ ചെയ്യുന്നൊരു സിനിമയില്. അപ്പൊ സന്തോഷം. ലിബിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങള് സിനിമ ഞാൻ തട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞോണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട MC ലിബിനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പരിചയമുള്ള. ആ സമയത്ത് മുതൽ പരിചയമുള്ള. പിന്നെ അതിന്റെ ഇടയിൽ കുറെ കാലം ഞങ്ങൾ സംസാരിക്കാതാക്കി. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒന്നിക്കുന്നൊരു സിനിമ. ഇത്ര നേരം സീരിയസ് ആയി സംസാരിച്ചുകൊണ്ട് ഒന്ന് ലൈറ്റ് ആവാൻ വേണ്ടി ആക്കിയതാന്ന് തോന്നുന്നു. ഇത്ര നേരം നിങ്ങൾ നല്ല സീരിയസ് ആയിട്ട് സംസാരിച്ചു. അല്ല, സീരിയസ് ആയിട്ട് തമാശ. ഒരു സിനിമയുടെ പേര് ബേസിലേട്ടൻ പറയും. ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ബേസിലേട്ടൻ അഭിനയിച്ചു. നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. അവിടെ പോയല്ലേ എല്ലാവർക്കും. ഇവിടെ ഇരുന്ന് ചെയ്താലായിരിക്കും എല്ലാവർക്കും കാണുന്നത് അല്ലേ? ഈ പടത്തിന്റെ ഇത് ഇവിടെ അസോസിയേറ്റ് ചെയ്ത ആൾക്കാരുടെ ഏതെങ്കിലും രീതിയിൽ അസോസിയേറ്റ് ചെയ്ത ഒരു പടമായിരിക്കാം. ഇവിടെ ഇരുന്ന് അപ്പൊ എല്ലാവർക്കും കാണാം. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാലോ. എനിക്ക് വേണമെങ്കിൽ ചെവി പറഞ്ഞു. സംസാരിക്കാൻ പാടില്ല. സംസാരിക്കില്ല. മലയാളം ആദ്യത്തെ നീ അഭിനയിച്ച പടം ആകെ കുറച്ച് ഉറക്കെ പറയണം. ഒരു ടഫ് ക്വസ്റ്റ്യൻ. ഞാൻ അഭിനയിക്കുന്ന പറഞ്ഞായിരുന്നില്ലല്ലോ ഡംസറച്ച്. ഒരാൾ കഴിഞ്ഞിട്ട് അടുത്ത ആളെന്ന് പറഞ്ഞിട്ട്. ഓ അങ്ങനെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ കേട്ടായിരുന്നു. ഈ ഹീൽസ് ഇട്ട് മറ്റേതിൽ പോകാൻ പറ്റില്ല. ഇവിടെ ഇരുന്നിട്ട് അവിടെ ഒന്നും കാണൂല. സോറി ഞാൻ മറ്റേ ഗെയിം കളിക്കുന്ന ഈ ഹീലൊക്കെ ഇട്ട് കയറണേ. ഞാൻ നീ അഭിനയിച്ച പടം അല്ല, മലയാളമല്ല, തമിഴ്. അണ്ടേ സുന്ദരാനിക്ക്. നമ്മൾ അഭിനയിച്ച പടം നമുക്ക് തരുന്നതാ പ്രശ്നം. ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ ഞാൻ തെലുങ്കാണ് ടഫാണെന്ന് വിചാരിച്ചു. പക്ഷേ പേര് ടഫായിരുന്നു. പക്ഷെ ലാംഗ്വേജും ഞാനും. എന്നാ പൂജ ഒരു സിനിമ. തെലുഗു വേണ്ടി വിചാരിച്ച ആർക്കും കിട്ടൂലെന്നല്ലേ ഈ പടം. ഇവിടെ ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടെന്നല്ലേ പറഞ്ഞേ? പതുക്കെ റൂൾസ് ഒക്കെ മാറ്റുന്നത് അത്ര ഈസി ആയി പോയോ? മാറ്റിയേക്കാം. രോമാഞ്ചം, ആവേശം എല്ലാം പറയണം. എന്തായിരുന്നു മലയാളം? എത്ര വാക്ക്? 3 വേർഡ്സ്. ആ 3 വാക്കുകൾ. ഹീറോ? ആവേശം. ആവേശം.
എന്നെയാണല്ലേ, എന്നില്ല പ്രതീക്ഷ. കുമ്പളങ്ങ 3 വാക്കുകള്. നത്തോലി ചെറിയ മീനല്ല. നത്തോലി ചെറിയ മീനല്ല. മൂന്നാമത്തെ വേർഡ് ചുംബനം. നോർത്ത് കാന്തത്തിന് കാതത്തിലേക്ക് എത്തിയ ആള്. ബുദ്ധിയുള്ള ആൾക്കാർ. ഓ ബട്ട് ഗുഡ് ജോബ്. ഈസി ക്വസ്റ്റ്യൻസ്. ദീപകേട്ടാ അയ്യോ ആര് വരും? എല്ലാരും വരുത്തണേ. കമാൺ. ദീപകേട്ടാ ഞാൻ അഖിലിന് ഞങ്ങൾ ഓർമ്മ തരാം. അങ്ങനെ ഞാൻ കിസ് മാസ്റ്റർ. എന്താ പ്രശ്നം വെച്ചാൽ ഓപ്ഷൻസ് ഒക്കെ എന്റെ ഉണ്ട്. അപ്പൊ ബാക്കി പടങ്ങളും ഞാൻ കാണൂല ഇത് മാത്രം അത് ഞാൻ കാണൂല, സത്യമായിട്ട് കാണൂല. അത് ചെവിയില് പറഞ്ഞു നടന്നു വന്നിരുന്നപ്പോ ഞാൻ വിചാരിച്ചു സിമ്പിൾ എന്നുള്ള രീതിയിലായിരുന്നു ലുക്ക് വെറുതെ പിടിച്ചത്. അഹങ്കാരത്തിലുണ്ട്. ആരുടെ പടാ? ഇതാരാ? സംസാരിക്കാൻ പാടില്ല കേട്ടോ. ക്വസ്റ്റ്യൻ കിട്ടിയ പിന്നെ യൂക്കിലോട്ടോ നമുക്ക് സംസാരിക്കാം. അല്ലല്ല എടാ തോപ്പിക്കല്ലടാ നമ്മൾ. മലയാളല്ലേ? മലയാളം ആരാ അഭിനയിച്ചിരിക്കുന്നത്? അഭിനയിച്ചതാരാ? ഇതിലിരിക്കുന്ന ആരുടെ അല്ല. ഓക്കെ വിട്ടേക്ക്. എത്ര വാക്ക്? ഹൗ മെനി വേർഡ്സ്? അറിയില്ല എത്ര വാക്കുണ്ടെന്ന്. 3 വേർഡ്സ്. മലയാളം അല്ല, ഹിന്ദി, മലയാളം അല്ല. തമിഴ്, അതായത് അത് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് വേർഡ്സ്. സിഐഡി മൂസ മലയാളം സിനിമയുടെ ഇംഗ്ലീഷ് വേർഡാണ്. പേര് ഇംഗ്ലീഷിലാണ്. ചട്ടിയോ എറിഞ്ഞു ക്രിക്കറ്റ് ഫുട്ബോൾ സുഡാനി ഫ്രം നൈജീരിയ. അപ്പൊ നമ്മളെ പടമൊക്കെ തന്നെ ഹാപ്പി അവേഴ്സിന്റെ പടം. അടുത്തത് സിദ്ധു. അതായിരിക്കുന്നല്ലേ സിദ്ധുവിന് പടം. ഒരു സെക്കൻഡ് എല്ലാ കളിയും നമ്മൾ വളരെ ഈസി ആയിട്ട് ചെവി പറഞ്ഞു കൊടുക്ക, എല്ലാ ലിസ്റ്റും കാണാം അതില്. അവരൊക്കെ നോക്കും. ഒന്ന് വരാമോ? അവസാനത്തെ ഇനിയുള്ള ഉത്തരം പുള്ളിക്ക് മനസ്സിലായി. മലയാളം 3 വാക്ക്. വെറുതെ ഒരു പേരങ്ങ് പറഞ്ഞാലും 3 വാക്ക് അല്ലേ? മഞ്ഞുമേൽ ബോയ്സ് അല്ലേ? പൗഡർ പൊടി 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 ഐസ് അല്ല പൊടിയിട്ട് കുടിക്ക് കലക്കി ചായ. യു ക്യാൻ മലയാളം 3 വാക്ക്. ആരുടെ പടം? രണ്ടാമത്തെ വാക്ക് പറയാന്നോ? ആദ്യത്തെ വാക്ക് കിട്ടുന്നില്ലേ? രണ്ടാമത്തെ വാക്കല്ല. മൂന്നാമത്തെ ഉപ്പുകണ്ടം ബ്രദേഴ്സ്. അല്ലല്ല തെറ്റി. സോൾട്ട് ആൻഡ് പെപ്പർ. ലാസ്റ്റ് ഓ ധൈര്യം, കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് ഉണ്ട്. ഒന്ന് പെർഫോമൻസും കൂടെ കണ്ടാൽ പൊളിക്കും. മലയാളം മാത്രമല്ലേ ഉള്ളൂ? അല്ല അങ്ങനെ പറഞ്ഞില്ല. തെലുങ്ക് തെലുങ്കാണ് തെലുങ്കാണ് നസ്രിയ പറഞ്ഞു തന്നു. ഓക്കെ ശരി ശരി. മലയാളല്ലേ? അല്ല മലയാളം അല്ല. ആരുടെ പടം? അല്ല മലയാളമേ അല്ല. തമിഴ് തമിഴ് വിജി തല ഒന്നെടുത്തു. മാസ്ക്. ബ്ലാക്ക് മാസ്ക് ആരാണ്? ബ്ലാക്ക് മാസ്ക് എനിക്ക് ഒരു ഐഡിയ ഇല്ല. തമിഴ് മലയാളം. ബാറ്റ്മാൻ ഡാർക്ക് നൈറ്റ് റൈസസ്. അങ്ങനെ ലെവലാ. നോളനിലെത്തിയ പെട്ടെന്ന്. ഇവിടെ ഉള്ള എല്ലാരുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഇതായിരിക്കും പടങ്ങള്. കഠിന കടവരിൽ തുടങ്ങി ഡാർക്ക് നൈറ്റ് അവസാനമായിട്ട് കഴിഞ്ഞു. മനീഷ് ചേട്ടൻ ഒരു സിനിമയുടെ അഭിനയിച്ച് കാണിക്കും. അത് ഞാൻ പാസ്സാക്കി വിട്ടു. ഒട്ടും പ്ലാൻ അല്ല. ഞാൻ കൊടുക്കാം. ഓക്കെ നസ്രിയ സിനിമ പറയും.
എല്ലാരും കേൾക്കൂടെ ഞാൻ ഇതുവഴി തന്നെ നടന്നു വരാം. അല്ല, അവിടെ ഇറക്കി അല്ല പറയാം ഇപ്പൊ ഇവര് ചെയ്തത് മനീഷേട്ടൻ നമ്മള് ഇത് മനുചേട്ടനെ സർപ്രൈസ് ആയി പോയി. ലിപിൻ കേട്ടോ? നമ്മളിത് പൊളിക്കാൻ നോക്കണം. ഓക്കെ കാണിക്കണ്ടേ? നിനക്കും പറയാൻ പറ്റില്ല. നമുക്ക് രണ്ടുപേർക്കും പറയാൻ പറ്റില്ല. മലയാളം അല്ലല്ല സംസാരിക്കാൻ പാടില്ലട്ടോ മനീഷേട്ടാ. ഞങ്ങൾ കാണിക്കണ്ട, ഞങ്ങൾക്ക് അറിയാലോ. എനിക്കും ബേസിലും അറിയാൻ പാടും. നമ്മള് പറഞ്ഞല്ലേ ഇവരാ. നിങ്ങളുടെ ടീം ആവതാ. അല്ലല്ല അയ്യോ അങ്ങനെയല്ല. മലയാളാണോ? പൂജയെ നോക്കി അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച ആൾ. എത്ര വാക്കുകളുണ്ട്? 3 വാക്ക്. ആരുടെ പടം? ആരുടെ പടം? ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? ആദ്യത്തെ വാക്ക് കാണിക്കും. പേര് ഇംഗ്ലീഷിലാണോ മലയാളമാണോ? ആദ്യത്തെ വാക്ക്, രണ്ടാമത്തെ വാക്ക് മലയാളം. ഏതെങ്കിലും ഒരു വാക്ക്. അത് ഫൗള് കേട്ടോ. നിങ്ങൾ ഫൗള് വിളിക്കണം. അത് ചേട്ടന്റെ ഷോ ആയി പോയി. എന്ത് ചെയ്യാനാ? മനീഷേട്ടൻ ശീലമില്ല. നിന്നെ നടത്തിപ്പ് ഇനി ആരുടെ പടം? അന്ന് ശീലിച്ചിട്ട് പോയാൽ വാക്ക് കാണിക്കും. എന്താ ഫസ്റ്റ്? മലയാളത്തിന് ഇങ്ങനെ, ഇംഗ്ലീഷിന് ഇങ്ങനെയും കാണിക്കണം. അതാണ് ഇംഗ്ലീഷ്, ഇത് മലയാളം. ഫസ്റ്റ് വേർഡ് അഭിനയിച്ചാണ്. നമ്മൾ ജയിച്ചു. സൂക്ഷ്മസിന് ടീം മാറ്റി കൊടുക്കും. ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒരു എനിക്കറിയില്ല. കോസ്റ്റ്യൂമോ? അങ്ങനെയൊക്കെയുണ്ടോ? നീലാകാശം, പച്ചക്കറി, അങ്ങനെയാണോ? ചുവന്ന ഭൂമി. ഈ അതായത് ന്യൂ ആണെങ്കിൽ ഇങ്ങനെ, പഴയതാണെങ്കിൽ ഇങ്ങനെ, അങ്ങനെ കാണിക്കാം വേണമെങ്കിൽ. ഇങ്ങനെ പടാണോ? ആ പഴയ പടം. ഇങ്ങനെ. ആരാ നടൻ? ലാലേട്ടൻ. ലാലേട്ടന്റെ ഒരു പഴയ പടം. അപ്പൊ ഓക്കെ. അല്ല ലാലേട്ടനല്ല, ലാലേട്ടനല്ല. എന്നാ മനീഷേട്ടന് വേണ്ടി വാക്ക് കാണിക്കും. ഒരു വാക്ക് ഞാൻ കാണിക്കാം. അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യും. മനീഷേട്ടന് വേണ്ടി ഞാൻ അതിന് ഗോപി പാടുന്ന പേരറിയോ? നീ ക്യൂ ടീമാണല്ലോ. ഞാൻ ക്യൂ ആണല്ലോ. നീ എന്നാ പോയി സിനിമ കേക്ക്. അല്ല അങ്ങനെ അല്ലല്ല മനീഷേട്ടൻ പറഞ്ഞോ. ഞാൻ മനുഷ്യടൻ പറഞ്ഞോ ഞാൻ പറഞ്ഞു. മനീഷേട്ടൻ അഭിനയിക്കും. മനുഷ്യടൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോളാം. അങ്ങനെയല്ല. മനീഷേട്ടൻ ആംഗ്യം കാണിക്കണം. മനീഷേട്ടൻ പറയരുത്. ഇല്ല മനീഷേട്ടൻ കളിക്കും, ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഞങ്ങൾ ജയിക്കുമല്ലോ. ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ ജയിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത്ര നേരം സൂക്ഷ്മദർശിനി ടീം പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞു. ഇപ്പൊ ക്യൂ ടീം ഞങ്ങൾ രണ്ടുപേരും. ആംഗ്യം കാണിക്കും. ഒരു വാക്ക് കാണിക്കും. ഒരു വാക്ക് കാണിക്കും. അത് ആദ്യത്തെ വാക്ക്. ആദ്യത്തെ വാക്ക് എങ്ങനെ കാണിക്കും? എത്ര വാക്കുണ്ട്? 3 വാക്ക്. ഇതൊക്കെ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പ്രൊഡ്യൂസർ 3 വാക്ക്. 3 വാക്ക്. മലയാളമാണ്. അല്ല ഇംഗ്ലീഷ് അല്ലേ? മലയാളമാണ്. ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആണ്. 3 വാക്ക്. ആരാ സിനിമ എടുത്തു? മലയാള സിനിമയാണോ? നസ്രിയാ? പഴയ മലയാള സിനിമ, ഇംഗ്ലീഷ് വാക്ക്. ബേസിന്റെ അടുത്തൊരു ഒരു പടം കൂടി. ആ ഓക്കെ. ഫസ്റ്റ് വാക്ക് എങ്ങനെ കാണിക്കും? രണ്ടാമത്തെ മൂന്നാം നാലാമത്തെ ഏതെങ്കിലും ഒരു വാക്ക് കാണിക്കും. എന്തെങ്കിലും കാണിക്കും. വില മുഖം ഇങ്ങനെ ഇരിക്കുന്നതാണോ? ആർത്തവടാണോ? പറ്റുമെങ്കിൽ എന്റെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുത്തു. കുറച്ചു നേരം മിണ്ടാതിരിക്കുന്ന എന്നാ മനുഷ്യന്റെ വരെ ഞാൻ കാണിക്കാം. മലയാളത്തിൽ ആദ്യം ഞാൻ കാണിക്കാം. ഒരുപാട് അഭിനയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മൈക്കൊക്കെ നമ്മുടെ കയ്യിൽ വരുന്നു. കുറച്ച് അഭിനയിച്ച് കാണിക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് വാക്ക് കുറച്ചധികം 3 വാക്ക്. അതിലെ ഇംഗ്ലീഷില് എല്ലാവർക്കും അറിയാം. മൂന്നാമത്തെ വാക്ക്. വിമാനം. വിമാനം. വെരി ഗുഡ് മനുഷ്യടാ. അത് തന്നെ ഞാനും ഉദ്ദേശിച്ചത്. വെരി ഗുഡ്. ദുബായ്. അമേരിക്ക. വെൽക്കം ടു വിദേശം. വിദേശം. ഫോറിൻ. അക്കരെ 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 അത് ഇംഗ്ലീഷാണ്. യൂറോപ്പ്.
ബാർസലോണ, ഏതാ? USA. സ്പെയിൻ, സ്പെയിൻ. ഇപ്പൊ പറഞ്ഞ കാര്യം MC എന്താ പറഞ്ഞു? അമേരിക്ക. അമേരിക്കയുടെ അടുത്തുള്ള രാജ്യം സ്പെയിൻ. കൊൽക്കത്ത, ന്യൂസ്, US. അത് മൂന്നാമത്തെ വാക്ക്. US. തെറ്റി. ഇല്ല. അല്ലല്ല, ഓക്കെ, അവരെ എങ്ങനെ അതാണോ? ഫ്രം USA. അത് നേരത്തെ നീ നേരത്തെ പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞല്ലേ? അപ്പൊ ക്യൂ ജയിച്ചു. ക്യൂ ജയിച്ചില്ല, നമ്മളെ 3 മണിക്കൂർ വന്നിരുന്നെങ്കിൽ നമ്മള് പൊളിച്ചേനെ. ഓക്കെ, യു ക്യാരി ഓൺ ഇന്റർവ്യൂ. നസ്രി പ്രമോ സോങ്ങിൽ നസ്രി മുമ്പ് ചെയ്ത ക്യാരക്ടറിന്റെ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ ഒരു പിന്നെ ബോഡി ലാംഗ്വേജ് ഒക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ക്യാരക്ടർ അങ്ങനെയല്ല എന്നാണ് പറഞ്ഞത്. അതെ അതെ, അല്ല. എന്താണ് ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയാന്ന് പ്രിയദർശിനി? പ്രിയദർശിനി, ഐ തിങ്ക് എവറി ഗേൾ ക്യാൻ റിലേറ്റ് ടു ഹർ. ഒരുപാട് പറയാൻ പറ്റില്ല. സൂക്ഷ്മദർശിനി എന്നുള്ള മറ്റേ ഓൾ ഐ ക്യാൻ സേ ഇസ് ദാറ്റ് ഇസ് ആ ടൈറ്റിലും അവളുടെ ക്യാരക്ടറും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അവളുടെ വിഷൻ അല്ലെങ്കിൽ അവളെല്ലാം കാണുന്ന രീതി ഒക്കെ അങ്ങനെയാണ്. ഭയങ്കര മൈന്യൂട്ടായിട്ട്, ഡീറ്റെയിൽ ആയിട്ട്. ചില ആൾക്കാർ മിസ് ചെയ്യുന്നത് പോലും അവൾ പിടിച്ചിട്ടുണ്ടാവും. ദാറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള. അത് കാരണം നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷീ കൻ ഗെറ്റ് ഇൻ ടു ട്രബിൾ, അല്ലെങ്കിൽ സംടൈംസ് ഇറ്റ്സ് ജസ്റ്റ് ഓക്കെ. അപ്പം അങ്ങനെ ഒരുപാട് രീതിയിൽ കുറച്ചുകൂടെ മെച്യൂരിറ്റിയും ഇതും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. സോ മറ്റേ പ്രൊമോ സോങ്ങിൽ കാണുന്ന പോലെയല്ല, ഒട്ടുമല്ല. ബേസിലിന്റെ ക്യാരക്ടർ പേര് എന്റെ ഇമ്മാനുവൽ ക്യാരക്ടറിന്റെ പേര് മാനുവൽ. ഞാൻ പറഞ്ഞത് അപ്പോഴേ ഞാൻ സത്യമായിട്ട് ഞാൻ പറഞ്ഞേ, എന്തിനാ ആവശ്യമില്ലാത്തത് മാനുവൽ. ആക്ച്വലി ഇമ്മാനുവൽ ആണ്. ഞാൻ പറഞ്ഞല്ല മാനുവൽ, വെറും മാനുവൽ ഇല്ല, ഇമ്മാനുവൽ ആണ്. പള്ളിയിലിട്ട പേരാന്നൊക്കെ. ഈ ചിലപ്പോ ഈ ഡോട്ട് എമാനുവൽ എന്നല്ലേ പള്ളിയിലിട്ട പേരാന്നൊക്കെ. MC പള്ളിയിലിട്ട പേര് ഇമ്മാനുവൽ, മാനുവൽ. അച്ഛനും അമ്മയും സിനിമ ക്യാരക്ടർ പേര് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞോട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ക്യാരക്ടർ ഇപ്പൊ നേരത്തെ ഇവര് പറഞ്ഞല്ലോ, ആദ്യം ഇവർ ആലോചിച്ച കാസ്റ്റിംഗേ അല്ല, ഞാനാണെങ്കിലും നസ്രി ആണെങ്കിലും. അപ്പൊ അത് പല ആൾക്കാരിൽ നിന്ന് മാറി 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 ആണ് ഇങ്ങനൊരു കോമ്പിനേഷനിലേക്ക് എത്തുന്നത്. അപ്പൊ 4 വർഷത്തെ മാറ്റമുണ്ട്. ഞാൻ അഭിനയം തുടങ്ങുന്നതിന് മുമ്പോട്ടുള്ള മാറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് അല്ല. അതാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ. ഇപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആരും ഫസ്റ്റ് തോട്ടിൽ എന്നെ ചിലപ്പോൾ ആലോചിക്കില്ല, ആരും ചിലപ്പോൾ നസ്രിയനെ ആലോചിക്കില്ല, നമ്മുടെ മുമ്പത്തെ സിനിമകളുടെ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട്. അപ്പൊ അതായിരുന്നു എനിക്ക് കഥ കേൾക്കുമ്പോൾ തൊട്ടേ ആദ്യം മുതലേ ഉള്ളൊരു, അന്ന് ഞാൻ അഭിനയിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂ അല്ല, എന്നാൽ പോലും അത് നല്ല ക്യാരക്ടറാണ്. അത് ഞാൻ ചെയ്യുന്ന നന്നായി സംസാരിച്ചു വരുമ്പോൾ എന്തൊരു കഷ്ടമാണ്. നീ സ്വന്തമായിട്ട് ഒരു ഫോമിലായി വരുമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതാ എയറിലാണ് ആണല്ലോ. അപ്പൊ ഫ്ലോ അപ്പൊ അതുകൊണ്ട് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് അല്ല, ക്യാരക്ടറും അല്ല. അപ്പൊ അതായിരുന്നു ഇതിലെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. പിന്നെ സമീർ കെയുടെ പ്രൊഡക്ഷൻ, ഹാപ്പി അവേഴ്സ്, എവി അനൂപ് അദ്ദേഹത്തിന്റെ ഗോതയൊക്കെ അദ്ദേഹമായിരുന്നു കോപ്രൊഡ്യൂസ് ചെയ്തത്. അവരുടെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു പ്രൊഡക്ഷൻ എല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് തോന്നുന്നു. പിന്നെ ഇതിൽ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, നമ്മളൊരു ത്രില്ലർ സിനിമ എന്നുള്ളൊരു ഇത് ഇപ്പൊ ക്രിസ്റ്റോ പറഞ്ഞത് കൂടെ ചേർക്കുമ്പോൾ, ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് അതിനൊരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ട്, നമുക്ക് ഒരു കളർ പാലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ ഏറ്റവും ഇതിൻ്റെ അകത്ത് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ജിതിനും MC-യും ലിബിനും അതുലും ശരണാണെങ്കിലും ക്രിസ്റ്റോ ആണെങ്കിലും എല്ലാവരും അതിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഒരിക്കലും ഒരു ത്രില്ലറിന്റെ ടോണിലല്ല ഈ സിനിമ നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇതൊരു ഭയങ്കര സത്യനന്ദിക്കാട് സാറിന്റെ ഒരു സിനിമയെ കാണുന്ന പോലത്തെ സ്വഭാവത്തിലുള്ള ഒരു സിനിമയിൽ ഒരു ത്രില്ലർ, ഒരു എഡ്ജ് ഓഫ് ദ സീ ത്രില്ലർ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു നമുക്ക് തോന്നിയ ഏറ്റവും വലിയ. അതാണ് ഇതിൽ ഇവർ ഏറ്റവും കാണിച്ചൊരു ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തൊരു കാര്യം. പേഴ്സണലി എനിക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസും നല്ല സെറ്റും അങ്ങനത്തെ ഒരു ലൊക്കാലിറ്റിയും നെയ്ബർഹുഡും റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ സ്ത്രീകളും കുറേ ആണുങ്ങളും, അപ്പൊ അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു ത്രില്ലർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോൾ ശരണിന്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലൊക്കെ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ക്രിസ്റ്റോ എല്ലാം. അപ്പോൾ ത്രില്ലറിന്റെ ഒരു നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു സ്വഭാവത്തിലല്ല ഈ ത്രില്ലറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ സിനിമയിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം.
അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ മറ്റേ ചോദ്യം വേറെ ഇല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ തുടങ്ങുന്നതിന് മുമ്പ് നീ അല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ സഹായിക്കൂല. സിഗ്നൽ തന്നോടായിരുന്നത്. അങ്ങനെയാണ് സൂക്ഷ്മദർശിനി ഉണ്ടായത്. നേരത്തെ പറഞ്ഞതിന്റെ ഇതില് ഇപ്പൊ നസ്രിയ ഭയങ്കര ചെറിയ പ്രായത്തിൽ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നതാണ്. ഞാൻ മൂവി ക്യാമറയല്ല, ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നു, അത് ആങ്കറിങ്, പ്രോഗ്രാംസ്, ഷോസ് ഇതെല്ലാം ആയിട്ട് വരികയാണ്. ഭയങ്കര ഈസിയാണോ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ആക്ഷൻ വിളിയിലേക്ക് പോകാനൊക്കെ ഈസി പരിപാടിയാണോ? ആക്ച്വലി ക്യാമറയ്ക്ക് മുമ്പില് നിൽക്കാന്നുള്ളത് മാത്രമാണ് ഇതിൽ ഈസി പരിപാടി. ബാക്കി പണി മൊത്തം എടുക്കണം. സോ ക്യാമറ ഫിയർ ഇല്ല, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇറ്റ്സ് ഹെൽപ്പ് മീ. ചെറുതിലെ തൊട്ടേ ഇതിങ്ങനെ ഇതായിട്ടുണ്ട്. ഈ ഗ്യാപ്സ് കാരണം ആ ഒരു പ്രശ്നമില്ല. ഈ ക്യാമറയുടെ മുമ്പിൽ കംഫർട്ടബിൾ ആണ്. എന്നാലും എല്ലാ പടം തുടങ്ങുമ്പോഴും വിത്തൗട്ട് ദ ഗ്യാപ്പ് ഓർ വിത്ത് ദ ഗ്യാപ്പ് ആ ടെൻഷനും ബട്ടർഫ്ലൈസും എനിക്കിപ്പോഴും ഭയങ്കരമായിട്ടുണ്ട്. അത് മോർ ദാൻ ദ ക്യാമറ അല്ലെങ്കിൽ ആൾക്കാരോ അല്ലെങ്കിൽ ലൈറ്റ്സോ അതൊന്നുമല്ല. ഇത് എൻ്റെ ഡയറക്ടറും കഥ എഴുതിയ ആളും ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ അല്ലെങ്കിൽ അതിലേക്ക് എത്തണം എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട്. ഈ ബേസിൽ ഇപ്പൊ മാറി ഇപ്പൊ നിൽക്കുന്നത് നുണക്കുഴി പോലെയല്ല തൊട്ട് മുമ്പ് വരുന്നത്. ഇനി വരാനിരിക്കുന്ന സിനിമയിൽ അങ്ങനെ ജോണർ മാറുന്നുണ്ട്, സ്റ്റൈല് മാറുന്നുണ്ട്, ക്യാരക്ടർ ഭയങ്കര വലിയ മാറ്റത്തിലാണല്ലോ ഓരോ സിനിമ സെലക്ട് ചെയ്യുന്നത്. ആക്ടിംഗ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അപരിചിതമായൊരു സെക്ടറിലേക്ക് വന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴെങ്ങനെയൊരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന സമയത്ത് നിങ്ങളൊന്നും മുമ്പ് ചെയ്തൊരു ടോണിലുള്ള സിനിമയല്ല ഇത്, അങ്ങനെ ഒരു ജോണറല്ല. എങ്ങനെ ഈ സിനിമയൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഒരു ഡേ 1 മുതൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണോ? എനിക്കിത് നേരത്തെ പറഞ്ഞ പോലെ എന്റെ കംഫർട്ട് സോണിലുള്ള ഒരു പ്ലേസ്മെന്റ് അല്ല, ടീം അതാണ്. പക്ഷെ ക്യാരക്ടർ അങ്ങനെയല്ല. ഈ ഹ്യൂമർ അങ്ങനെയുള്ള ഒരു രീതിയിൽ പറയാൻ പറ്റും. ഞാൻ നോക്കുന്നില്ല. അപ്പോ അതെനിക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആക്ച്വലി. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ സിനിമകൾ ചൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പറയുന്ന കുറച്ചുകൂടെ ഇപ്പോൾ ആൾക്കാർ കുറെ കൂടെ നമ്മൾ ആലോചിച്ച് ക്യാരക്ടേഴ്സ് എഴുതാൻ തുടങ്ങുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ വേറെ രീതിയിലൊക്കെ വരാൻ തുടങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു കുറച്ചുകൂടെ നമുക്ക് ഇച്ചിരൂടെ ചൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന സിനിമകൾക്കൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവം കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു ബെറ്റർ സ്പേസിലായതുകൊണ്ടുള്ളൊരു ഗുണമുണ്ട്. ഈ സിനിമകൾ വർക്കാവുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ഗുണം എന്തായാലും വരുന്ന തിരക്കഥകളിലും അതിന്റെ റിഫ്ലക്ട് ചെയ്യപ്പെടുമെന്ന് തോന്നുന്നു. ഇനി ചോദ്യം എന്താന്ന് പറഞ്ഞേ പെട്ടെന്ന്? ചേട്ടൻ ചോദിച്ചത് എന്താ? നീ പെട്ടെന്ന് പറഞ്ഞേ. ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോ അത് അങ്ങനെ കോൺഷ്യസ് ആയിട്ടുള്ള തീരുമാനമാണോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചൂസ് ചെയ്യുന്നത്? അത് ഇപ്പൊ ബേസിൽ വരാൻ പോകുന്ന സിനിമകൾക്ക് ഇല്ലേ അങ്ങനല്ലേ ചേച്ചി? ഏതാണ്ട് എന്താ ഈ സിദ്ധാർത്ഥിന് എക്സ്പീരിയൻസ് ചെയ്ത സിനിമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭ്രമയുഗത്തിന് ശേഷമല്ലേ നേരിട്ട് ഈ പടത്തിൽ അഭിനയിക്കുന്നതല്ലേ? എന്താണിത്? ഭ്രമയുഗത്തിന് ശേഷം സിദ്ധാർത്ഥ് ഭരതൻ സെലക്ട് ചെയ്യുന്ന സിനിമകൾ എന്താണെന്ന് വരെ ആളുകൾ നോക്കിയിരിക്കുകയാണ്. അതെ, ഞാനൊക്കെ ആ ഫാൻസിലുള്ള ആളാണ്. ഐ വാസ് സോ എക്സൈറ്റഡ് ആക്ച്വലി. കഥ കേട്ടതിന് ശേഷം സിദ്ധു ആ റോൾ ചെയ്തെന്ന് പറഞ്ഞപ്പോ ഐ വാസ് ലൈക്ക്, കാരണം അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ബ്രഹ്മയുഗം കണ്ടതേ ഉള്ളൂ. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത്രയും ബേസ് ഉള്ള ഒരു ക്യാരക്ടർ അല്ല കേട്ടോ, ട്വിസ്റ്റ് നടത്തുന്ന ക്യാരക്ടർ. പക്ഷെ ഒരു മെയിൻ ഡോക്ടറാണ്. പറഞ്ഞ ഡോക്ടർ ജോൺ. ഇമ്മാനുവൽ നമ്മൾ ഇറക്കിയ ഫസ്റ്റ് ലുക്ക് ഇറക്കിയപ്പോ ഡിസ്ക്രിപ്ഷൻ കണ്ട ഇപ്പഴാ അവര് പറഞ്ഞു, നേരത്തെ അവര് പറഞ്ഞേ അങ്ങനെയല്ലേ ഇമ്മാനുവൽ എന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നു. എഴുതിയൊന്നും ഇല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോസ്റ്ററിലല്ല ഡിസ്ക്രിപ്ഷനില് ഇല്ലേ. പക്ഷെ നമ്മളൊരു പടം കഴിഞ്ഞ് കഥയൊക്കെ ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമേ അല്ലല്ലോ. അല്ല, മാനുവലിന് ചിലപ്പോ സിനിമയിൽ വിളിപ്പേര് വരുമ്പോ മാനുവലിനായിരിക്കും അങ്ങനെ. ബേസിലിപ്പം എനിക്കൊന്നത് ഇന്നലെ ഇത് ഫുട്ബോളിലേക്കാണ് ഇന്ന് തിരക്ക്. ക്വൈറ്റ് നാച്ചുറൽ, ചെറുത് അങ്ങനെ മറന്നു പോവാണ്.
ഡോക്ടർ എല്ലാരും wait ചെയ്തിരിക്കാണ് സിദ്ധുവിന്റെ അടുത്ത ക്യാരക്ടർ. ബേസിയുടെ കസിനാണ്, ബേസിലിന്റെ ക്യാരക്ടറിന്റെ കസിൻ, സർജനാണ്. മാത്രമേ എനിക്കിപ്പോ പടത്തിലാണ് അതിന്റെ ത്രില്ലറാന്നൊക്കെ പറഞ്ഞല്ലോ. കൂടുതൽ പറയാനും പറ്റില്ല. ശരിക്കും ഷൂട്ട് ഓൾമോസ്റ്റ് കൂടുതൽ നൈറ്റ് അങ്ങനെ ഒരു അല്ലെ, കഥ കൂടുതൽ നടക്കുന്ന രാത്രിയാണോ? അങ്ങനെ ഉണ്ടോ? രാത്രി അല്ലെ, മലയാളത്തിൽ അടുത്ത് വന്നതിൽ രാത്രി കൂടുതലുള്ള സിനിമയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഫീൽ ചെയ്താന്ന് തോന്നുന്നു ഒരുപാട് അല്ലേ, നമുക്ക് അങ്ങനെ ഇല്ലായിരുന്നോ അറിയില്ല. ഈ രാത്രി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രൊമോയിൽ കാണുവാണെങ്കിൽ നസ്രിയയുടെ ക്യാരക്ടർ ബേസിലിന്റെ ആക്ടിവിറ്റീസിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സർവേലൻസ് സ്വഭാവത്തിലാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു പശ്ചാത്തലം വരുന്നതുകൊണ്ടാണ് രാത്രി വരുന്നത്. പകല് നമ്മൾ വിസിബിൾ ആണല്ലോ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഡേ നൈറ്റിന്റെ വ്യത്യാസം അതിലില്ല. ഇവർക്ക് ഫീൽ ചെയ്താ ഇവർക്ക് ഫീൽ ചെയ്താണ് ക്യാരക്ടർ രാത്രിയൊന്നും ഇല്ല പകലൊന്നും ഇല്ല, ഇത് തന്നെയാ പണിയുന്നത്. എന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞല്ലോ, പിന്നെ തന്റെ ക്യാരക്ടർ ഇതല്ലല്ലോ. എന്റെ ക്യാരക്ടറിന് തന്നെയല്ലേ പണി. വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടുപേരും ഒരുപാട് ക്യൂരിയസ് കിറ്റൻസ് ആണ്. എന്താ ക്രിസ്റ്റോയ്ക്കാണ് എനിക്ക് ഒരു ആഡ് ഓൺ പറയാവുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾ 4 സിനിമ 4 രീതിയിൽ നേരത്തെ പറയുകയാണെങ്കിൽ രാത്രി കൂടുതലായിട്ട് എനിക്ക് തോന്നില്ല. അല്ല, ഞാനൊരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും ചോദ്യം അല്ല, എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഓഡിയോ വീഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്നതാണ് ചോദിക്കാവുന്നത്. കാരണം ക്യാരക്ടറിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ലിമിറ്റ് അല്ല, ഈ പറഞ്ഞ പോലെ സ്ഥിരം ത്രില്ലർ ടെംപ്ലേറ്റ് അല്ല. അതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. ആ നമ്മൾ പറഞ്ഞു ആ നമ്പർ ഓൾറെഡി കഴിഞ്ഞു. ക്രിസ്റ്റോന് പടം കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? പടം കണ്ടപ്പോ ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ സുഷിൻ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കൈ നട്ടോ? അല്ല, എന്താ പറയേണ്ടത്? കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. പിന്നെ ഇതിന്റെ മ്യൂസിക് ഈ പറഞ്ഞ പോലെ സ്ഥിരം ഒരു ത്രില്ലർ സ്വഭാവത്തിലല്ലാതെ എങ്ങനെ ഇതിനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു ശ്രമമാണ് നടത്തിയേക്കണത്. അതെങ്ങനെ ഓഡിയൻസ് എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ശ്രമം എന്റെ മാക്സിമം ഞാനിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കണ്ടറിയാം. ഭംഗിയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ ഈ സിനിമയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവുന്ന എന്താ റോൾ പറയാവുന്നത്? ഇതുവരെ അഞ്ചക്കള്ളക്കോക്കൻ്റെ പ്രൊമോഷൻസ് കഴിഞ്ഞ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കോൾ വരുന്നത്. ഓഡിഷൻസിന് ലിബിൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ജിതിൻ ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ സെലക്റ്റായി കയറി. വെരി മച്ച് എക്സൈറ്റഡ്. കാരണം എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടും എനിക്ക് ഇതുവരെ പറയാനുള്ള പെർമിഷൻ ഉണ്ടോ എല്ലാരും നോക്കുന്നുണ്ട് വേണ്ട, ലെറ്റ് ഇറ്റ് ബി ദേർ. അപ്പോൾ ഐ എം വെരി ഹാപ്പി. കാരണം കരിയറിൽ ഗ്രാഫ് ഇസ് ഗ്രോയിങ് ഹയർ എന്നുള്ളൊരു ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ്. ഐ എം വെരി ഹാപ്പി. പ്രോമോ സോങ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റേഴ്സൊക്കെ കാണുമല്ലേ, ആ സ്നേഹവും എല്ലാവരുടെയും വന്നുകൊണ്ടിരിക്കുന്നു. സോ വെരി ഹാപ്പി. അതിൽ പ്രേമലുവിന് ശേഷം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഇതിൽ. എന്താ ഈ സിനിമയെ കുറിച്ച് എനിക്കൊന്ന് എന്ത് പറഞ്ഞാലും സ്പോയിലർ ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്ത് കണ്ട സിനിമയിൽ നിന്ന് എന്താ പറയാൻ പറ്റുന്നത്? അല്ല, ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞതേ പറയാനുള്ളൂ. ഒരു നെയ്ബർഹുഡിൽ നടക്കുന്ന ഒരു കഥ, അത് കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആവും. പിന്നെ പ്രേമലുന്നും ഇതിന്ന് എൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ചധികം എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാനുണ്ട്. പ്രേമലുവിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ അധികം പെർഫോം ചെയ്യാനുണ്ട്. ആ ഒരു ഡിഫറൻസ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. വേറെ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ എല്ലാം ഇപ്പൊ പൂജയാണെങ്കിലും നമ്മുടെ പ്രൊമോ വീഡിയോ വെച്ചിട്ടാണല്ലോ ഒരു ക്യാരക്ടർ ഇതായിരിക്കും ഒരു എക്സ്റ്റെൻഡഡ് ക്യാരക്ടർ എന്ന് കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ.
അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുള്ളിക്കാരിയുടെ കൂടെ ആ ജേർണിയിൽ ഓരോ ഘട്ടത്തിലും ഇന്നാവും. ആദ്യം അഖിലിനാവും, പിന്നെ ഞാനും അവരുടെ കൂട്ടത്തിൽ ചേരും. അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി കൂടുതൽ എങ്ങനെ സ്ത്രീകളെ പോർട്രേ ചെയ്തേക്കുന്ന ഈ സിനിമയിൽ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താ വെച്ചാൽ എപ്പോഴും ഒന്നെങ്കിൽ ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ സ്ത്രീകളുടെ പല ഷെയ്ഡ്സും വളരെ ഓർഗാനിക്കലി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് പെർഫോം ചെയ്യാനും അത് ഭയങ്കര രസമാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഒരു ഷെയ്ഡിൽ പോവാതെ, എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത വീട്ടിൽ കാണുന്ന ആൻറ്റിമാർ, ചേച്ചിമാർ, അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ ഭയങ്കര ഓർഗാനിക്, ഭയങ്കര രസമാണ്. ഡേ ടു ഡേ ഇവർ അയക്കുന്ന വാട്സാപ്പ് ഫോർവേഡുകൾ. അപ്പം എനിക്കൊന്ന് ഇതിൽ ആ ഒരു കാര്യം ഭയങ്കര ഓർഗാനിക്കലി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നസ്രിയയുടെ ഒരു ഫിലിമോഗ്രാഫി നോക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു സംഗതി വെച്ച് കഴിഞ്ഞാൽ കൂടെ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറും സംഗതിയായിരുന്നു. വൃത്തിയായിട്ടുള്ള കോമ്പിനേഷൻ, ദുൽഖറുമായിട്ടുള്ള കൊളാബറേഷൻസ്. പക്ഷേ പലപ്പോഴും സിനിമ കഴിഞ്ഞിട്ടും നിങ്ങളുടെ ബോണ്ടിങ്, ഇപ്പോൾ പൃഥ്വി എപ്പോഴും പോസ്റ്റ് ചെയ്താലും കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഒരു ലിറ്റിൽ സിസ്റ്റർ എന്നുള്ളവരാണ്. ദുൽഖർ അങ്ങനെയാണ്. എനിക്ക് ഈ സിനിമയിൽ ബേസിൽ ഒരു ഓപ്പോസിറ്റ് സ്വഭാവത്തിലുള്ള ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെ ഒരു ആഫ്റ്റർ ഫിലിം അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണോ സിനിമ? ബേസിൽ ആക്ച്വലി ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആളേ അല്ല. ഞാനും ബേസിലും ഒരേ അല്ല, സിനിമയിൽ നിങ്ങൾ രണ്ട് ഒരു പേരല്ല. സിനിമയിലെ കാര്യമല്ലേ? നിങ്ങൾ ഇരുന്നത് ഓപ്പോസിറ്റ് ആയി അല്ലേ ഇപ്പൊ? എന്താ സിനിമയിലെ അല്ലല്ല, സിനിമയ്ക്ക് പുറത്ത് ആ ഒരു ബോണ്ട് തുടരുന്ന സിനിമയിലെ ഓപ്പോസിറ്റ് ആണ് ആയിട്ടും ഞാൻ പുറത്താണ് ഒരു ബോണ്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ? പുറത്ത് ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെയാണ്. ഡെയിലി ഇതാണ്. ബേസിൽ ആക്ച്വലി ഓൾമോസ്റ്റ് എൻ്റെ അതേ എനർജിയിലോ പേസിലോ അതേപോലെ ആൾക്കാരൊക്കെ കണ്ട് സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. മറ്റ് ബേസിൽ പറയുന്ന പോലെ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ അതിന്റെ നടുക്കിരുന്ന് സംസാരിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഭയങ്കര സിമിലർ അങ്ങനെ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. എനിക്കിപ്പം ബേസിലെ ഷൂട്ടിനൊക്കെ ഇല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ഇല്ലാത്തപ്പോൾ സംസാരിക്കും പറഞ്ഞിരിക്കായിരുന്നു. ഡെഫിനറ്റ്ലി ബോണ്ടിങ് ആൻഡ് ഫ്രണ്ട്ഷിപ്പിന് അവരെ വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓഫാക്കണ സ്വിച്ച് എവിടെയാന്ന് അന്വേഷിക്കുന്നത്. അല്ല, മനുഷ്യൻ എന്റെ മുഖത്തേക്ക് തിരിഞ്ഞു എന്തോ പ്രതീക്ഷയോടെ ഇതന്നെ നീ പറഞ്ഞോളാൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ബോണ്ടിങ്? ഇല്ല മനുഷ്യ, എന്താ മനസ്സിൽ വന്ന ചോദ്യം ചോദിക്കും. ഉള്ളു തുറക്കും. ഇത് മാറ്റുന്നില്ല. അല്ല, എനിക്കും അത് തന്നെയായിരുന്നു. എൻ്റെ അടുത്ത് നമ്മളെല്ലാവരും ഒരുമിച്ചൊരു വീട്ടിലായിരുന്നു ഇരുന്നിരുന്നത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അതായത് ഒരു അപ്പുറത്ത് ഈ നെയ്ബർഹുഡ് ആണല്ലോ മൊത്തം, കുറേ വീട്, അടുത്തടുത്ത വീടുകൾ, ഇവിടുന്ന് അപ്പുറത്തെ വീടാണ്, ആ വീടിന് അപ്പുറത്തെ വീടാണ്, അങ്ങനെ അപ്പുറം ഇപ്പുറമുള്ള കുറേ വീട്. അപ്പോൾ അതിനകത്ത് ഇങ്ങേറ്റത്തുള്ളൊരു വീട്ടിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിരുന്നത് ഷൂട്ട് ഇല്ലാത്ത സമയത്തും ഒക്കെ ആയിട്ട്, ബ്രേക്കിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും, ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പോലെ രാവിലെ തൊട്ട് ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ നമ്മൾ രണ്ട് അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരൊക്കെ ടെന്നീസ് കളി കാണുന്നവരെ അങ്ങോട്ടോടെ ഡിഷ്ക്ക് അവൻ അങ്ങോട്ട് അപ്പൊ സമീർക്ക് ഇടയ്ക്ക് പറയും, ഇടയ്ക്ക് രണ്ട് മറ്റേ ബോക്സിംഗ് ഗ്ലൗസ് കൂട്ടിട്ട് നിങ്ങളെ രണ്ട് ബോക്സിംഗ് റിങ്ങിലേക്ക് ഇറക്കി വിട്ടാൽ മതി. അപ്പൊ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എനർജി ഇച്ചിരി കൂടുതലായിരുന്നു. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല, അതുക്കും മേലെയായിരുന്നു. അപ്പൊ രണ്ട് കാപ്പിയൊക്കെ അടിച്ചൊക്കെ വന്നിരുന്നാലേ നമുക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ദിവസം തോറ്റ് പിന്നെ ഞാൻ തിരിച്ചു പിടിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിങ്ങനെ നിർത്താതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും രാവിലെ തൊട്ട് തീരുന്ന വരെ. എന്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അല്ലേ ചോദിച്ചത്, നമ്മൾ തമ്മിലുള്ള ബോണ്ടാവും. അതല്ലേ ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അപ്പുറത്തുള്ള വീട്ടിലെല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്, ഷൂട്ട് ചെയ്യുമ്പോഴുള്ള കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ അതങ്ങനെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത്, കറക്റ്റ് ആയിരുന്നു. ജിതൻ എന്താണ് ആഡ് ചെയ്യാനുള്ളത്? ഇപ്പം ഇത് സെക്കൻഡ് സിനിമയാണ്, ഇപ്പോൾ ഒരുപാടൊന്നും ഇവർക്ക് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഒരു സ്പോയിലർ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നല്ല. എന്തായാലും പ്രേക്ഷകർ ഏത് തരം സിനിമ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ ഈ പ്രമോ സോങ് മാത്രമേ ഉള്ളത്. സൂക്ഷ്മദർശി എന്നുള്ള ടൈറ്റിൽ ഉണ്ടാവില്ല എല്ലാം അല്ല അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ടൈറ്റിൽ എന്തുകൊണ്ടാണ് ഇട്ടത്.
അത് ലോഗ് ലൈനിൽ നിന്നുണ്ടായ ഒരു ടൈറ്റിലാണ്. അതിലുണ്ട് മൊത്തം സിനിമ. ദൃശ്യത്തിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ബേസിക്കലി ഒരു സക്സസ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഞാൻ നേരത്തെ തമാശയായിട്ടല്ല പറയുന്നത്, ഇത് തുടർച്ചയായി സക്സസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഫിലിം മേക്കറും ഒരു പടം ഒരു കളക്ഷൻ ലോവറായാലൊക്കെ ടെൻഷൻ ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ ഒരു ലീഡ് ആക്ടർ എന്നുള്ളതിൽ തുടർച്ചയായിട്ട് ഒരു സക്സസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സൂപ്പർ സെലക്റ്റീവ് ആവുന്നതിൻ്റെ പ്രശ്നം വരുമോ? എന്താണ് ഒരു ബേസിൽ ക്രൈറ്റീരിയയിലൊക്കെ എന്തെങ്കിലും ഒരു പൊളിച്ചെഴുത്തൊക്കെ ഉണ്ടോ, അതോ എന്താ പരിപാടി? അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്തായാലും മാറുന്നുണ്ടല്ലോ ഓരോ സമയം കൂടുന്തോറും. ആൾക്ക് സിനിമയുടെ വലിപ്പം മാറുന്നു, പ്രൊഡ്യൂസറിന്റെ റിസ്ക് കൂടുന്നു, ഫിലിം മേക്കേഴ്സിന്റെ അവർ നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്ന് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഈ മുമ്പ് സിനിമകളിൽ ഉണ്ടായിരുന്ന പോലെ അല്ലാതെ പ്രസന്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവരുടെ എക്സ്പെക്ടേഷൻ അതിനനുസരിച്ചിട്ട് എത്തേണ്ട വരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ പടത്തിലാണെങ്കിലും അത് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്സ് ഇവർ തരുമായിരുന്നു. MC ആണെങ്കിലും ലിബിനാണെങ്കിലും അതുലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് മുമ്പത്തെ ഷെയ്ഡുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് ഇതെങ്ങനെ പ്ലേ ചെയ്യാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി. അങ്ങനെ വളർന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ ഇങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്യാരക്ടറിനൊരു ഗ്രാഫുണ്ട്. ഇങ്ങനെ കൃത്യം ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞറിഞ്ഞ് വരുന്ന പോലത്തെയാണ്. അപ്പോൾ അത് ഓരോ സ്റ്റേജിലും നമുക്ക് ആ ഓർഡറിലല്ലല്ലോ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. നമുക്ക് പല സമയത്തും പല ഓർഡറിലേക്കാണല്ലോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്സും ഇതിന് തൊട്ട് മുമ്പ് ആ ക്യാരക്ടറിൻ്റെ ഇതെങ്ങനെയായിരുന്നു ഇയാളുടെ, അപ്പോൾ കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് എന്നാലും അങ്ങനത്തെ ഡീറ്റെയിലിംഗ് അവർ പറയുമ്പോഴാണ് കറക്റ്റായിട്ടുള്ളൊരു കൊളാബറേഷൻ വർക്കാവുന്നത്. അപ്പോൾ അങ്ങനത്തെ കൊളാബറേറ്റേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ, ആ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതും കൂടെ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതും കൂടെ ഇപ്പോൾ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു നല്ല സ്ക്രിപ്റ്റിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് എത്രമാത്രം നമ്മളെ ബെറ്ററായിട്ട് മോൾഡ് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടെന്നുള്ളതും കൂടെ നമ്മൾ നോക്കുന്നതും കൂടെ ഇതിലിപ്പോൾ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ MC-യും ലിബിനും അതുലൊക്കെ സൂപ്പർ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നു. നന്നായിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ഇനി ബാക്കി സിനിമ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ എന്താ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇനീഷ്യൽ ആലോചനയിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയി മാറിയ 2 ആക്ടേഴ്സ് ആയിട്ടായിരിക്കും ഉറപ്പായി നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണ് ബേസിൽ നസ്രിയ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ? സൂപ്പർ ഹാപ്പിയാണ് ആക്ച്വലി. ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഭയങ്കര നിങ്ങൾ ആഗ്രഹിച്ച പ്രിയദർശിനി, നിങ്ങൾ ആഗ്രഹിച്ച ഇമ്മാനുവലായിട്ട് ഇവരുടെ ഒരു കോൺട്രിബ്യൂഷനും എങ്ങനെയാണ് ഇവരിലേക്ക് വരുമ്പോൾ അത് മോൾഡ് ചെയ്യപ്പെട്ടത്? അല്ല, രണ്ടുപേരും അത് ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. അത് ബേസിലാണെങ്കിലും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടാണ് ആക്ച്വലി ആ ക്യാരക്ടറിലേക്ക്. ഇപ്പം ഓരോ സ്ഥലത്ത് ഓരോ ഷെയ്ഡ് ഉണ്ട് പുള്ളിക്ക്. അത് പുള്ളി ആ മീറ്റർ കറക്റ്റായിട്ടാണ് ഇപ്പം രണ്ടുപേരും. കാര്യത്തിൽ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ജസ്റ്റ് മലയാളത്തിലും തമിഴിലും സജീവമായിട്ട് സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് മലയാളത്തിൽ സൂപ്പർ സ്റ്റാർസിനെക്കാളും റീച്ചും ഫോളോവേഴ്സും ഉള്ള ആളായിരുന്നു നസ്രിയ. ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു വലിയൊരു ഫോളോവേഴ്സ് ബേസ് ഉണ്ട്. തുടർച്ചയായി സിനിമ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ ശരിക്കും ഈ ആരാധകർ, അല്ലെങ്കിൽ നസ്രിയ ഓരോ സമയത്തും പുറത്ത് കാണുന്നവരല്ലേ. പക്ഷെ നസ്രിയെ സംബന്ധിച്ചോളം സാധാരണ ഒരു ആക്ടർ എടുക്കുന്നതിനേക്കാളും ഗ്യാപ്പ് സംഭവിക്കുന്നുണ്ട്. ഇപ്പം മലയാളത്തിലാണെങ്കിൽ ട്രാൻസ് കഴിഞ്ഞിട്ട് അല്ലേ കുറേ വലിയ ഗ്യാപ്പിലാണ് ഈ സൂക്ഷ്മദർശിനി വരുന്നത്. ആഫ്റ്റർ സൂക്ഷ്മദർശിനി സജീവമായിട്ട് കൂടുതൽ സിനിമ ചെയ്യുന്ന രീതിയിലാണോ പ്ലാൻ? എന്താണ് ഒരു സിനിമ കരിയർ പ്ലാൻ എങ്ങനെയാണ്? ശരിക്കും ഇപ്പം ഈ ലോങ് ബ്രേക്സ്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഫസ്റ്റ് ബ്രേക്കോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ബ്രേക്കോ ഒന്നും പ്ലാൻഡേ അല്ലായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും കുറച്ച് സമയം മാറി നിന്നിട്ട് ഇനി പിന്നെ വന്ന് പടങ്ങൾ ചെയ്യാം. ഐ തിങ്ക് കുറച്ചുകൂടെ പ്രയോറിറ്റീസ് ഓഫ് കോഴ്സ് മാറിയിട്ടുണ്ട്. ആൻഡ് ഐ വോണ്ട് ടു സ്പെൻഡ് മോർ ടൈം അറ്റ് ഹോം. അത് ഡെഫിനറ്റ്ലി ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം നല്ല കഥകൾ തന്നെ ചെയ്താൽ മതി. ഐ എം നോട്ട് ഇൻ എ റഷ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ ലോങ് ഗ്യാപ്സ്. അതേപോലെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഐ തിങ്ക് ആ ഗ്യാപ്പിൻ്റെ കാരണം എല്ലാവരും വിചാരിച്ചു ഞാൻ അഭിനയിക്കില്ല. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഞാൻ എന്നും കഥകൾ കേട്ടിട്ട് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല. കുറേ കഥകൾ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. കേട്ടതിൽ ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഈ 3 years ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കഥകൾ അത്രയും കേൾക്കുന്നുണ്ട്? ഇല്ല, ആക്ച്വലി ഒത്തിരി അല്ല, കേൾക്കുന്നുണ്ട്. സൂക്ഷ്മദർശിനി എന്തായാലും ഒരു
തുടർച്ച ഉണ്ടാവുന്നൊരു കമ്പാക്ക് ഇപ്പൊ പറയാനും പറ്റില്ല. എത്ര പ്രാവശ്യം കമ്പാക്കി? 15 പ്രാവശ്യം കണ്ടില്ല. ഓഡിയൻസിന് തന്നെ മനസ്സിലായി ഈ കുട്ടി കുറച്ച് സമയം ഇടയ്ക്ക് പോകും. വരുമ്പോ തന്നെ നല്ല സ്നേഹം കണ്ടല്ലോ അല്ലേ? ഗൈസ് കേട്ടല്ലോ അല്ലേ? നല്ല പണി വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു വൈൻഡ് അപ്പ് നോട്ട് എന്താ ഈ സിനിമ പ്രേക്ഷകർ ഏത് രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം? ബേസിൽ, നസ്രിയ, ജിതിൻ. ഞാൻ മാത്രമേ എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുള്ളൂ, ശ്രദ്ധിക്കുന്നുള്ളൂ അല്ലേ? പ്രതീക്ഷയാണ്. അതെ, പ്രേക്ഷകർ എന്ത് എക്സ്പെക്ട് ചെയ്യണം? ആക്ച്വലി നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് കണ്ടന്റ് സമീപിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റിലായിരുന്നു ഏറ്റവും കൂടുതൽ ഹൈ. ഇവരെല്ലാം ഈ ഒരു കാസ്റ്റ് വന്നു, പ്രത്യേകിച്ച് ഹാപ്പി അവേഴ്സ് കൊടുത്തൊരു കമ്പനി എല്ലാ അർത്ഥത്തിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി എന്ത് സംഭവിച്ചാലും ആക്ച്വലി ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഹാപ്പി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാരണം ഈ പടം സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് പറഞ്ഞത് ഐ എം വെരി പ്രൗഡ് ഓഫ് ദിസ് ഫിലിം എന്നുള്ളതാണ്. അത് ഓണസ്റ്റ്ലി ജെന്യുവൻലി അങ്ങനത്തെ ഒരു കഥയും അങ്ങനത്തെ ഒരു ടീമും അങ്ങനെ തന്നെ എഫേർട്ട് ഇട്ട് ഐ എം ഷുവർ ഇതുവരെ കണ്ടിട്ടെന്ന് വെച്ചാൽ മലയാളത്തിൽ ഈ അടുത്ത് കാണാൻ പോകുന്നതിൽ വെച്ച് ഒരു നല്ല സിനിമ തന്നെയാണ്. സോ അതുകൊണ്ട് ഡോണ്ട് മിസ് ഇറ്റ്. അത് തന്നെയാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ സിനിമ. എനിക്ക് നേരത്തെ പറഞ്ഞില്ലേ, അഭിനേതാവ് എന്നുള്ള രീതിയിലല്ലാതെ കഥ കേട്ടപ്പോൾ തൊട്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു സ്പാർക്കും ഇവർക്ക് അതിനെ കറക്റ്റായിട്ടുള്ള ഈ സിനിമ എന്ത് ജോണറാണെന്നുള്ള കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഇവർക്കുണ്ടായിരുന്നു. ആ ജോണറിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ടെക്നിക്കാലിറ്റീസ് ഒക്കെ ഇവരുടെ റൈറ്റിങ്ങിലുണ്ട്. ബേസിക്കലി നല്ല റൈറ്റിംഗ് ആയിരുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റിന്. പക്ഷെ അവർ ആ റൈറ്റിങ്ങിനെ വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ ഈ പറയുന്ന ശരണും ക്രിസ്റ്റോയും MC-യും എല്ലാവരും കൂടെ ചേർന്നിട്ട് അതിനെ വേറൊരു നെയ്ബർഹുഡ് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള കമേഴ്ഷ്യലി പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും ഒക്കെ പറ്റുന്ന ഈ പറയുന്ന ഒരു 90s കിഡ്സൊക്കെ വീട്ടമ്മമാരൊക്കെ ആവുന്ന പോലത്തെ ഒരു നെയ്ബർഹുഡും, അപ്പോൾ അവരുടെ കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡ് ഉണ്ടാവുമല്ലോ, ഈ പറയുന്ന വാട്സാപ്പുകളിലൂടെയൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവ് ആവുന്ന ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് കുറച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു നെയ്ബർഹുഡിലെ കുറച്ച് സ്ത്രീകളും അവിടെ ഉള്ള കുറച്ച് പുരുഷന്മാരും എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു യങ് മലയാളി നെയ്ബർഹുഡ് നടക്കുന്ന, എന്നാൽ അവിടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ മെയിൻ ലീഡ് വരുന്നവരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നടക്കുന്ന വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്ങിൽ നിന്നിട്ട് നമ്മളൊരു ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു ജോണർ സിനിമ അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ വളരെ അണ്ടർലൈങ് ആയിട്ട് അതിലൂടെ ഇങ്ങനെ പ്ലേ ചെയ്ത് വേറൊരു കമേഴ്ഷ്യലി പാക്ഡ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് പ്രസൻറ്റ് ചെയ്യാനാണ് ഇവർ മൊത്തത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളെന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു ഇതിൻ്റെ ഒരു ഓവറോൾ പ്രോസസ്സ്. അപ്പോൾ പിന്നെ ആസ് എ ക്യാരക്ടർ ഓൾസോ എനിക്ക് ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ പ്ലേ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ജെന്യുവൻ ആയിട്ട് MC പറഞ്ഞ പോലെ കുറേ കാലങ്ങളായിട്ട് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ഈ സിനിമ. അത് ഡിലേ ആവുന്നത് അത് റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ്, അല്ലാതെ സിനിമ നടക്കാതിരുന്നത് വേറെ കാരണങ്ങളൊന്നുമല്ല. സിനിമ ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ഇരുന്ന് വർക്ക് ചെയ്ത് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു പോയിന്റിലേക്ക് എത്തിയപ്പോഴാണ് അവർ സിനിമയായിട്ട് മുമ്പോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൃത്യമായിട്ടുള്ളൊരു റീപ്രൊഡക്ഷനും ഒരു എഫേർട്ടും ഇവരുടെ ഭാഗത്തുനിന്നും അതിന് കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് നല്ല ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു കൊളാബറേഷൻ എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു നല്ല എക്സ്പെക്ട് ചെയ്യാത്ത കുറേ കാസ്റ്റിങ്ങുകളൊക്കെ വന്നപ്പോൾ അതിന് വേറൊരു മാനം വരുന്നു. ഇപ്പോൾ സിദ്ധാർത്ഥേട്ടനൊക്കെ ആണെങ്കിലും സിദ്ധാർത്ഥേട്ടനാണ് ആ ക്യാരക്ടർ ചെയ്യാമെന്ന് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. എന്നാൽ ഇത് സിദ്ധാർത്ഥേട്ടനാണ് ചെയ്യാൻ പോകുന്നതെന്ന് കേട്ടപ്പോൾ അത് കൊള്ളാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ കുറേ കാസ്റ്റിങ്ങുകളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. ഇപ്പോൾ പൂജ, അഖില, മെറിൻ, ഇവരുടെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു ഗ്രാഫുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ്. അപ്പോൾ നല്ല വെൽ റിട്ടൺ സ്ക്രിപ്റ്റാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ പേഴ്സണലി എക്സൈറ്റ് ചെയ്ത ഒരു സിനിമ തന്നെയാണ്. പ്രോസസ്സും സിനിമയുടെ ഔട്ട്പുട്ടിലും ഓരോ സ്റ്റേജിലും അത് കൃത്യമായിട്ട് വളർന്നു വരുന്ന സിനിമ അതിൻ്റെതായ വളർച്ച പ്രാപിച്ചു ഓർഗാനിക്കായിട്ട്. പോസ്റ്റ് പ്രൊഡക്ഷനിൽ ക്രിസ്റ്റോയും വിഷ്ണു ഗോവിന്ദ് സൗണ്ട്, അവരുടെ സൗണ്ട് ഡിസൈൻ, മഞ്ഞുമലും ഒക്കെ ഒരു ആവേശമൊക്കെ ഒരുപാട് പുതിയ കമേഴ്ഷ്യൽ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള, പിന്നെ ചമൻ ചാക്കോ എഡിറ്റർ 2018 RDX കളയൊക്കെ ചെയ്തിട്ടുള്ള. അപ്പം അങ്ങനത്തെ ഒരു വേറൊരു യങ്
പെർസ്പെക്റ്റീവിലുള്ള ഒരു എഡിറ്റ് ഒക്കെ വന്നിട്ടുള്ളൊരു അങ്ങനെ ഒരു ടെക്നിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആ സിനിമയിൽ ഓരോ സ്റ്റേജിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നെ പേഴ്സണലി ഭയങ്കര എക്സൈറ്റ് ചെയ്തു. നമ്മളേതായാലേ എല്ലാവരും കാണുമ്പോൾ കൊച്ചുകടവിൽ നമ്മൾ ഇനി ഇതിന് തൊട്ട് മുമ്പ് ഷൂട്ട് ചെയ്തത് ഇവിടെ മാളത്തിൽ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഒരു ക്യൂറേറ്റഡ് ഇന്റർവ്യൂ മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു അതുപോലെ ഒരു ഗ്രാൻഡ് സക്സസ് സൂക്ഷ്മദർശിനിക്ക് ഉണ്ടാവട്ടെ. അപ്പൊ താങ്ക് യു. എല്ലാ പടത്തിന്റെ പ്രൊമോഷൻ